നമസ്കാരം. ഓണക്കാലത്ത് ബോക്സ് ഓഫീസിൽ വൻപൻ പോര്. മോഹൻലാൽ, പൃഥ്വിരാജ്, ദുൽഖർ, നിവിൻ പോളി എന്നീ നടന്മാർ ഇത്തവണ ഒരുമിച്ചെത്തുന്നു. ഓണം മലയാളികളുടെ ഏറ്റവും വലിയ ആഘോഷമാണ്. എന്നാൽ ഇപ്പോൾ ഓണം സിനിമാ പ്രേമികൾക്കും വലിയ ആഘോഷമായി മാറിയിരിക്കുകയാണ്. കാരണം ഏറെ വർഷങ്ങൾക്ക് ശേഷം മലയാള സിനിമയിൽ സൂപ്പർ താരങ്ങളുടെ വലിയ ക്ലാഷ് റിലീസാണ് ഇത്തവണ ഒരുങ്ങുന്നത്. ഒരു വശത്ത് ദുൽഖർ സൽമാൻ, മറ്റൊരു വശത്ത് പൃഥ്വിരാജ്, പിന്നാലെ നിവിൻ പോളി, അതിനൊപ്പം മോഹൻലാലിന്റെ സാന്നിധ്യമുള്ള ചിത്രം. ഇങ്ങനെ 4 വലിയ സിനിമകളാണ് ഓണക്കാലത്ത് തിയേറ്ററുകളിലേക്ക് എത്തുന്നത്. സാധാരണയായി വലിയ താരങ്ങളുടെ സിനിമകൾ ഒരേ ദിവസം റിലീസ് ചെയ്യുന്നത് അപൂർവമാണ്. നിർമ്മാതാക്കളും വിതരണക്കാരും പലപ്പോഴും റിലീസ് തീയതി മാറ്റാറുണ്ട്. പക്ഷേ ഇത്തവണ ആരും പിന്നോട്ട് പോയിട്ടില്ല. അതുകൊണ്ട് തന്നെ ആരാധകരും സിനിമാ പ്രേമികളും വലിയ ആവേശത്തിലാണ്. ദുൽഖർ സൽമാന്റെ ഐ ആം ഗെയിം എന്ന ചിത്രം ഓഗസ്റ്റ് 20-നാണ് തിയേറ്ററുകളിൽ എത്തുന്നത്. ദുൽഖർ സൽമാന്റെ കരിയറിലെ 40ാമത്തെ സിനിമയാണിത്. നഹാസ് ഹിദായത്ത് സംവിധാനം ചെയ്യുന്ന ചിത്രം ഒരു ആക്ഷൻ ത്രില്ലറാണ്. വേഫെയർ ഫിലിംസിന്റെ ബാനറിൽ ദുൽഖർ തന്നെയാണ് സിനിമ നിർമ്മിക്കുന്നത്. ഖയാദു ലോഹർ, ആന്റണി വർഗീസ്, കദിർ, മിസ്കിൻ, വിനയ് ഫോർട്ട് തുടങ്ങി വലിയ താരനിരയും ചിത്രത്തിലുണ്ട്. ഈ സിനിമയുടെ പ്രഖ്യാപനം വന്നതു മുതൽ സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചകളാണ് നടക്കുന്നത്. സ്റ്റൈലിഷ് ലുക്കും ആക്ഷൻ രംഗങ്ങളും നിറഞ്ഞ ചിത്രമാകുമെന്ന പ്രതീക്ഷയിലാണ് ആരാധകർ. അതേ ദിവസം തന്നെ എത്തുന്ന മറ്റൊരു വലിയ ചിത്രമാണ് ഖലീഫ. പൃഥ്വിരാജ് സുകുമാരനെ നായകനാക്കി വൈശാഖ് സംവിധാനം ചെയ്യുന്ന മാസ് ആക്ഷൻ ചിത്രമാണിത്. തിരക്കഥ ഒരുക്കിയിരിക്കുന്നത് ജിനു വി എബ്രഹാമാണ്. എന്നാൽ ഈ സിനിമയിലെ മറ്റൊരു വലിയ സർപ്രൈസും കൂടി നമുക്കറിയാം. നമ്മുടെ എല്ലാം സ്വന്തം ലാലേട്ടൻ ഈ ചിത്രത്തിൽ അതിഥി വേഷത്തിൽ എത്തുകയാണ്. പൃഥ്വിരാജും മോഹൻലാലും ഒരുമിക്കുന്ന ചിത്രമെന്ന വാർത്ത വന്നതു മുതൽ ആരാധകരുടെ ആവേശം ഇരട്ടിയായി. വലിയ മാസ് മൊമെന്റുകളും ആക്ഷൻ രംഗങ്ങളും ഈ സിനിമയിൽ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷ. 2 വലിയ ആക്ഷൻ സിനിമകൾ ഒരേ ദിവസം എത്തുന്നത് ബോക്സ് ഓഫീസിനെ എങ്ങനെ ബാധിക്കുമെന്നതാണ് ഇപ്പോൾ സിനിമാ ലോകം ഉറ്റുനോക്കുന്നത്. ഇനി ഓഗസ്റ്റ് 21-ലേക്ക് വരാം. അന്ന് റിലീസിനെത്തുന്നത് ബത്ലഹേം കുടുംബ യൂണിറ്റ് എന്ന ചിത്രമാണ്. നിവിൻ പോളി നായകനാകുന്ന ഈ ചിത്രം സംവിധാനം ചെയ്യുന്നത് ഗിരീഷ് എഡിയാണ്. റൊമാൻറ്റിക് കോമഡിയും ഫീൽ ഗുഡ് മുഹൂർത്തങ്ങളും നിറഞ്ഞ സിനിമയായിരിക്കും ഇത് എന്നാണ് റിപ്പോർട്ടുകൾ. മമിത ബൈജുവാണ് നായിക. സംഗീത് പ്രതാപ്, ശ്യാം മോഹൻ, വിനയ് ഫോർട്ട്, സുരേഷ് കൃഷ്ണ, ബിന്ദു പണിക്കർ, ശ്രിന്ദ എന്നിവരും പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നു. കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി നിവിൻ പോളിയുടെ ആരാധകർ ഒരു വലിയ തിരിച്ചുവരവിനായി കാത്തിരിക്കുകയായിരുന്നു. ആ തിരിച്ചുവരവ് ഈ സിനിമയിലൂടെ ഉണ്ടാകുമോ എന്നതാണ് എല്ലാവരും ശ്രദ്ധിക്കുന്നത്. ഇനി ഓണച്ചിത്രങ്ങളുടെ തുടക്കം കുറിക്കുന്ന സിനിമയാണ് തുടക്കം എന്നത്. ഓഗസ്റ്റ് 7-നാണ് ചിത്രം റിലീസ് ചെയ്യുന്നത്. ജൂഡ് ആന്റണി ജോസഫ് സംവിധാനം ചെയ്യുന്ന ഈ സിനിമയ്ക്ക് മറ്റൊരു വലിയ പ്രത്യേകതയുണ്ട്. മോഹൻലാലിന്റെ മകൾ വിസ്മയ മോഹൻലാലിന്റെ അഭിനയ അരങ്ങേറ്റ ചിത്രമാണിത്. സിനിമ പ്രഖ്യാപിച്ചതു മുതൽ വിസ്മയയുടെ കഥാപാത്രത്തെക്കുറിച്ച് വലിയ കൗതുകമാണ് പ്രേക്ഷകർക്കിടയിലുള്ളത്. ചിത്രത്തിൽ മോഹൻലാലും ഒരു പ്രധാന വേഷത്തിൽ എത്തുന്നുണ്ട്. ആശീർവാദ് സിനിമാസാണ് ചിത്രത്തിന്റെ നിർമ്മാണം. ഒരു താരപുത്രിയുടെ അരങ്ങേറ്റം എന്ന നിലയിലും ഈ സിനിമയ്ക്ക് വലിയ ശ്രദ്ധ ലഭിക്കുകയാണ്. ഇനി ഈ 4 സിനിമകളെയും ഒന്ന് മൊത്തത്തിൽ വിലയിരുത്തിയാൽ, ഒന്ന് ആക്ഷൻ ത്രില്ലർ, മറ്റൊന്ന് മാസ് എന്റർടൈനർ, മൂന്നാമത്തേത് കുടുംബ പ്രേക്ഷകരെ ലക്ഷ്യമിടുന്ന റൊമാൻറ്റിക് കോമഡി, 4ാമത്തേത് പുതിയ മുഖത്തിന്റെ അരങ്ങേറ്റ ചിത്രം. അതായത് ഓരോ സിനിമയും ഓരോ വിഭാഗം പ്രേക്ഷകരെയാണ് ലക്ഷ്യമിടുന്നത്. അതുകൊണ്ട് തന്നെ ഒരാളുടെ വിജയം മറ്റൊരാളുടെ പരാജയമാകാൻ സാധ്യതയില്ല. എന്നാൽ ബോക്സ് ഓഫീസിൽ കളി കടുക്കുമെന്ന കാര്യത്തിൽ സംശയവും വേണ്ട. മലയാള സിനിമയ്ക്ക് കഴിഞ്ഞ വർഷങ്ങളിൽ ഒരുപാട് വലിയ വിജയങ്ങൾ ലഭിച്ചിട്ടുണ്ട്. പ്രേമലു, ഭ്രമയുഗം, ആവേശം, വർഷങ്ങൾക്ക് ശേഷം തുടങ്ങിയ സിനിമകൾ കണ്ടന്റിന്റെ കാര്യത്തിൽ ബോക്സ് ഓഫീസിൽ വലിയ നേട്ടമാണ് സ്വന്തമാക്കിയത്. ഇത്തവണയും അതുപോലെ മികച്ച സിനിമകളാണെങ്കിൽ മലയാള സിനിമയ്ക്ക് മറ്റൊരു റെക്കോർഡ് ഓണക്കാലം സമ്മാനിക്കാനും കഴിയും. തിയേറ്റർ ഉടമകളും വിതരണക്കാരും ഈ ഓണക്കാലത്തെ വലിയ പ്രതീക്ഷയോടെയാണ് കാണുന്നത്. കാരണം 4 വലിയ സിനിമകൾ എത്തുമ്പോൾ പ്രേക്ഷകരുടെ തിരക്കും കൂടും. അതോടെ ബോക്സ് ഓഫീസ് കളക്ഷനും ഉയരാൻ സാധ്യതയുണ്ട്. ഈ ഓണക്കാലം മലയാള സിനിമയ്ക്ക് വളരെ നിർണായകമാണ്. മികച്ച സിനിമകൾ വന്നാൽ പ്രേക്ഷകരാണ് ഏറ്റവും കൂടുതൽ ആഘോഷിക്കുക. അതോടൊപ്പം മലയാള സിനിമയ്ക്കും മറ്റൊരു സുവർണ അധ്യായം എഴുതാൻ ഈ ഓണം സഹായിക്കുമെന്ന പ്രതീക്ഷയിലാണ് എല്ലാവരും.